അപ്പൊ നമുക്ക് ഇന്ന് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷന്റെ ബാക്കി പോർഷൻസ് കൂടെ പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നാളെ നമ്മളൊരു ലൈവ് സെക്ഷൻ യൂട്യൂബിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആ ക്ലാസ് കാണണം. ഒന്നിൽ നിങ്ങൾക്ക് ലൈവ് സെക്ഷനിൽ കയറി കാണാം, അതല്ല എങ്കിൽ മിസ്സസ് നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട് ലൈവ് സെക്ഷൻ ക്ലാസ്സുകൾ യൂട്യൂബിൽ കയറുക, ഫ്രീ ആണ്. അതിനകത്ത് എല്ലാവർക്കും എപ്പോഴാണെങ്കിലും കയറി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കയറിയിട്ട് പ്രീവിയസ് 10 വർഷമായിട്ട് ചോദിച്ചു വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണണം. അതിന്റെ കാണുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ വന്നിട്ടുണ്ട്, എത്ര തവണ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അതിന് മനസ്സിലാകും. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒന്നും എല്ലാം കൂടെ ഒരുമിച്ച് ക്രോഡീകരിച്ച് കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ഇനിയും പഠിക്കാനുണ്ടെന്നുള്ളത് സ്വയം ഒന്ന് വിലയിരുത്താൻ പറ്റും. അപ്പൊ ഒന്ന് നോക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൽ ലൈവ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷെഡ്യൂൾ അത് എല്ലാം അറേഞ്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഒരുപാട് തവണ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്തും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നുകിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതുവരെ എടുത്ത് നിങ്ങൾക്ക് തന്ന കുറച്ച് ടോപ്പിക്സ് എടുക്കുന്നുണ്ട്, പക്ഷെ ആ എടുത്ത ടോപ്പിക്സ് എല്ലാം തന്നെ പല പല പ്രാവശ്യം എക്സാമിന് വന്നത്. അപ്പൊ നാളെ തന്നെ ഞാൻ ഈ ലൈവ് വെക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പോലത്തെ ലാസ്റ്റ് വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നേരത്തെ ആവുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇതുവരെ ഒന്നും നോക്കാത്തതുണ്ടെങ്കിൽ അതൊക്കെ കൂടെ ഒന്ന് നോക്കാനുള്ള സമയം കിട്ടും. അപ്പൊ നാളത്തെ ക്ലാസ് ഒന്ന് എല്ലാവരും കാണുക, കണ്ട് അതിലുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ എഴുതി പ്രിപ്പയർ ചെയ്യാനുള്ളത് അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷന്റെ മാസ്കുകളെല്ലാം കൂടി പറഞ്ഞിരുന്നു. ഇനിയാണ് നമുക്ക് പീഡിയാട്രിക് മെത്തേഡുകളാണ് എടുത്ത് പറയാനുള്ളത്. അത് നോക്കാം. ഫസ്റ്റ് വൺ എന്നുള്ള ഓക്സിജൻ ഹുഡ് ആണ്. ഓക്സിജൻ ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് ബേബീസിനാണ്. ഹു ക്യാൻ ബ്രീത്ത് ഓൺ ദെയർ ഓൺ ബട്ട് സ്റ്റിൽ നീഡ് എക്സ്ട്രാ ഓക്സിജൻ. അതായത് കുഞ്ഞു കുട്ടികളിൽ ഇൻഫൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജനിച്ച കുഞ്ഞുങ്ങളെയാണ് ഇൻഫൻസ്, ഉടനെയാണ് ഇൻഫൻസ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്റ്റിൽ ദേ നീഡ് എക്സ്ട്രാ ഓക്സിജൻ. എന്നാൽ പോലും അവർക്ക് അഡീഷണൽ ഓക്സിജൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓക്സിജൻ കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഓക്സിജൻ ഹുഡ് എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്നത് ഹുഡ് ഈസ് എ പ്ലാസ്റ്റിക് ഡോം അല്ലെങ്കിൽ ഒരു ബോക്സ് വിത്ത് വാം മോയിസ്റ്റ് ഓക്സിജൻ ഇൻസൈഡ് എന്നതാണ്. അതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. അതായത് ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്നിട്ട് ബേബി അതിനുള്ളിൽ പ്ലേസ് ചെയ്യാൻ ചെയ്യുന്നത്. ദിസ് ഈസ് ഓക്സിജൻ ഹുഡ്. കുഞ്ഞിന്റെ തലഭാഗം കുഞ്ഞ് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ മറ്റു മെഷീൻസിന്റെ സഹായത്തോടെ അല്ല ബ്രീത്ത് ചെയ്യുന്നത്, കുഞ്ഞും സ്വന്തമായിട്ട് മെഷീൻ ബ്രീത്ത് ചെയ്യുന്നു. പക്ഷെ കുഞ്ഞിനെ അവിടെ ശ്വസിക്കാൻ വേണ്ടി അഡീഷണൽ ഓക്സിജൻ ആ ഒരു റീജിയനിൽ എത്തിക്കുന്നു. അതാണ് ഈ ഓക്സിജൻ ഹുഡ് വഴി ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത മെത്തേഡ് ആണ് ഓക്സിജൻ ടെന്റ് എന്ന് പറയുന്നത്. ഓക്സിജൻ ടെന്റ് എന്ന് പറയുന്നത് നമ്മൾ ടെന്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. നിങ്ങൾ എങ്ങനെ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി ടെന്റ് ഒക്കെ കെട്ടുന്നത്. അതുപോലെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കവർ കൊണ്ടുള്ള ഒരു ടെന്റ് കുഞ്ഞ് കിടന്നുറങ്ങുന്നതിന് ചുറ്റുമായിട്ട് ഒരു ടെന്റിനകത്ത് കുഞ്ഞിനെ കിടക്കുന്നു. അതാണ് ഓക്സിജൻ ടെന്റ് എന്ന് പറയുന്നത്. അതിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓക്സിജൻ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനാണ് ഓക്സിജൻ ടെന്റ് എന്ന് പറയുന്നത്. ഓക്സിജൻ ടെന്റ് കൺസിസ്റ്റ് ഓഫ് it cannot be placed over the head and shoulders over the entire body of the patient to provide oxygen at a higher level than നോർമൽ ലെവലിനേക്കാൾ കൂടുതൽ ഓക്സിജൻ ആ കുഞ്ഞിന് കിട്ടാൻ വേണ്ടിയിട്ട് ആ പേഷ്യന്റ് കുഞ്ഞ് കിടക്കുന്നതിന്റെ ഫുൾ ബോഡി കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തല മാത്രമല്ല, ഹുഡിലാണെങ്കിൽ ഓക്സിജൻ ഹുഡിലാണെങ്കിൽ തല മാത്രമാണ് കവർ ചെയ്തത്. പക്ഷെ ഇവിടെ ടെന്റ് ആവുമ്പോൾ ഫുൾ ബോഡി അവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു ടെന്റ് കൊണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആ ടെന്റ് കൊണ്ട് കവർ ചെയ്യുന്നു. എന്നിട്ട് അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്സിജൻ ഹയർ ലെവൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ടിപ്പിക്കലി ദ ടെന്റ് ഈസ് മെയ്ഡ് ഓഫ് സീ ത്രൂ പ്ലാസ്റ്റിക് മെറ്റീരിയൽ. സീ ത്രൂ പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ട്രാൻസ്പെറന്റ്, കാരണം പുറത്തോട്ടും അകത്തോട്ടും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ ടെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ എൻവലപ്പ് ദ പേഷ്യൻസ് ബെഡ് with the end sections held in position by mattress to ensure that the patient is airtight. അത് പേഷ്യന്റ് കറക്റ്റ് ആയിട്ട് ആ ഒരു എയർ ഒന്നും പുറത്തു പോകാതെ കറക്റ്റ് പേഷ്യന്റ് അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും വേണം. അന്ന് ഒപ്പം തന്നെ അതിന് ആ ഒരു ടെന്റിന് ഒരു സിബർ ഓപ്പണിംഗ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിബ് സംതിങ് ഷുഡ് ബി ദെയർ ടു ഓപ്പൺ ആൻഡ് ടേക്ക് ബേബി ഔട്ട്സൈഡ്. സംടൈംസ് ബേബിക്ക് ഫീഡിങ് കൊടുക്കാനും ഒക്കെ എന്ത് ചെയ്യണം, ആൾക്ക് പുറത്തു വരണം അല്ലെ. അതിന് വേണ്ടിയിട്ട് അവിടെ സിബർ ഉള്ളതായിട്ട് ഉറപ്പ് വരുത്തുകയും വേണം. ദിസ് ഈസ് ദ ഫോട്ടോ. ഓക്കെ, ഓക്സിജൻ ടെന്റിന്റെ ഫോട്ടോ. നെക്സ്റ്റ്, ഇനി നമുക്ക് താൽക്കാലികമായിട്ട് വെന്റിലേറ്റർ പേഷ്യന്റിനെ മറ്റൊരിടത്തോട്ട് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ എമർജൻസി പർപ്പസിൽ വെന്റിലേറ്റർ ആക്സസിബിൾ അല്ലാത്ത സമയത്ത് പേഷ്യന്റിന് ഓക്സിജൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആംബു ബാഗ് എന്ന് പറയുന്നത്. ആംബു ബാഗിന്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാം. ആർട്ടിഫിഷ്യൽ മാനുവൽ ബ്രീത്തിങ് യൂണിറ്റ്. ദിസ് ഇസ് ദ ഫുൾ ഫോം ഓഫ് ആംബു. Artificial manual breathing
യൂണിറ്റ് അല്ലെങ്കിൽ ബാഗ് വാൾ മാസ്ക് വെന്റിലേഷൻ എന്നും ഇതിനെ പറയാറുണ്ട്. ആംബുവിന്റെ ഫുൾ ഫോം ആർട്ടിഫിഷ്യൽ മാനുവൽ ബ്രീത്തിങ് യൂണിറ്റ് ആണ്. ഈ ആർട്ടിഫിഷ്യൽ മാനുവൽ ബ്രീത്തിങ് യൂണിറ്റ് മറ്റൊരു പേരാണ് ബാഗ് വാൾ മാസ്ക് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഹാൻഡ് ഹെൽഡ് ഡിവൈസ്, കയ്യിൽ വെച്ച് നമ്മൾ ഇങ്ങനെ അമർത്തുന്ന ഒരു ഡിവൈസ് ആണ്. എന്തിനാണ്? പോസിറ്റീവ് പ്രഷർ വെന്റിലേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് പേഷ്യന്റ് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാത്ത അല്ലെങ്കിൽ ആവശ്യത്തിന് ബ്രീത്ത് ചെയ്യാത്ത, കുറച്ച് ബ്രീത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ ആവശ്യത്തിന് ബ്രീത്ത് ചെയ്യാത്ത ആൾക്കാർക്കാണ് നമ്മൾ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ പുറത്തുനിന്ന് കൊടുക്കുന്നതാണ്. ഒരു ഹാൻഡ് ഹെൽഡ് കയ്യിൽ വെച്ച് നമ്മൾ അമർത്തി കൊടുക്കുന്ന ഒരു ബാഗാണ് ഈ ആംബു ബാഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഇവിടെ നോക്കുക. ദിസ് ഈസ് ആംബു ബാഗ്. ദിസ് ഈസ് എ ഫേസ് മാസ്ക്. ആംബു ബാഗ് കണക്ട് ചെയ്യുന്ന ഫേസ് മാസ്ക് ആണ്. ഓട്ടോ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ട്യൂബിങ് യൂസ് ചെയ്യാം. ഒപ്പം തന്നെ ഒരു റിസർവോയറും സംടൈംസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആംബു ബാഗ്. ആംബു ബാഗ് എന്ന് പറയുമ്പോൾ ഇതാണ് ആംബു ബാഗ്. ഓക്കെ, ഇതെന്താ താൽക്കാലികമായിട്ട് പേഷ്യന്റിന് പെട്ടെന്ന് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, നിങ്ങൾ ട്രക്കിയോസ്റ്റമി എന്ന് കേട്ടിട്ടുണ്ടാവും. ലോങ് ടൈം മെക്കാനിക്കൽ വെന്റിലേഷൻ വേണ്ട പേഷ്യൻസിന് ട്രക്കിയയിൽ സെന്റർ ഭാഗത്തായിട്ട് ഒരു കോളർ അല്ലെ, ഒരു ഹോൾ ട്രക്കിയയിൽ ട്രക്കിയോസ്റ്റമി ചെയ്യും, ഒരു ഓപ്പണിംഗ് ചെയ്യാറുണ്ട് ട്രക്കിയയിൽ. അതിന് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നു. അതിനുശേഷം അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ട്രക്കിയോസ്റ്റമി ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് അതുവഴി മെക്കാനിക്കൽ വെന്റിലേഷൻ കൊടുക്കാറുണ്ട്. അതാണ് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. ട്രക്കിയോസ്റ്റമി കോളർ അല്ലെങ്കിൽ മാസ്ക് ഉപയോഗിച്ചിട്ട്, ഒന്നുകിൽ വെന്റിലേറ്റർ ഉപയോഗിച്ച് മെക്കാനിക്കൽ വെന്റിലേഷൻ ഉപയോഗിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മാസ്ക് ഉപയോഗിച്ച് ഓട്ട് വഴി ഡയറക്റ്റ് ഓട്ട് കണക്ട് ചെയ്ത് ട്രക്കിയോസ്റ്റമി മാസ്ക് ഉപയോഗിച്ചും ഓക്സിജൻ കൊടുക്കാറുണ്ട്. ഇത് ട്രക്കിയോസ്റ്റമി കോളർ അല്ലെങ്കിൽ മാസ്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ട്രക്കിയോസ്റ്റമി മെയ്ഡ് ഇൻ ട്രക്കിയയിൽ ഓപ്പണിംഗ് മെയ്ഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഓട്ട് കൊടുക്കുന്നു. യൂഷ്വലി നമ്മൾ ഹൈ ഫ്ലോ ഓക്സിജൻ 8 to 10 ലിറ്റർ വരെ നമുക്ക് ആ ട്രക്കിയോസ്റ്റമി വഴി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു? കറക്റ്റ് നമുക്ക് പേഷ്യന്റ് ആവശ്യമായിട്ടുള്ള ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ അവിടെ പേഷ്യന്റിന് കിട്ടും. ഗുഡ് ഹ്യൂമിഡിറ്റി കിട്ടും. പേഷ്യന്റ് കംഫർട്ടബിൾ ആയിരിക്കും, മോർ എഫിഷ്യന്റും ആയിരിക്കും. കാരണം ET ട്യൂബ് ലോങ് ടൈം നമ്മുടെ വായിക്കകത്ത് ട്രക്കിയയിൽ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഇൻസേർട്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ട്രക്കിയോസ്റ്റമി ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ പേഷ്യന്റ് ഡിസ്കംഫർട്ട് അധികം ഫീൽ ചെയ്യത്തില്ല. ട്രക്കിയോസ്റ്റമി പേഷ്യന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ട്രക്കിയോസ്റ്റമി മീൻസ് ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ട്രക്കിയോസ്റ്റമി ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് അതിനെ ടൈ ചെയ്ത് വെക്കുന്നു. ഇവിടുന്ന് മെക്കാനിക്കൽ വെന്റിലേഷൻ കണക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ട്രക്കിയോസ്റ്റമിയുടെ മാസ്ക് ഉണ്ട്, അത് ഇവിടെ കണക്ട് ചെയ്ത് നമുക്ക് ഓട്ട് കൊടുക്കാം. അങ്ങനെ പലതരത്തിലുണ്ട്. ഇനി എന്താണ് T-പീസ്? T-പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ET ട്യൂബിന്റെ എൻഡിൽ യൂസ് ചെയ്യുന്നതാണ് ഈ T-പീസ് എന്ന് പറയുന്നത്. അതായത് പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നു? വീനിങ് ടേബിൾ ET ട്യൂബിൽ നിന്നും താൽക്കാലികമായിട്ട് വെന്റിലേറ്ററിൽ നിന്നും മാറ്റി താൽക്കാലികമായിട്ട് ഓട്ടു കണക്ട് ചെയ്തൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേഷ്യന്റിന് സക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ പേഷ്യന്റ് താൽക്കാലികമായിട്ട് ഒരിടത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ, അങ്ങനെ പല സാഹചര്യം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ T-പീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഷേപ്പ് തന്നെ ഓൾമോസ്റ്റ് T ലെറ്റർ പോലെയാണ് T-പീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് T-പീസ് എന്ന്. താൽക്കാലികം നമ്മൾ ET ട്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? എൻഡോട്രക്കിയൽ ട്യൂബ്. ട്രക്കിയക്കുള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ട്യൂബിനാണ് എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറയുന്നത്. അതിന്റെ ടിപ്പിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ T-പീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കണക്ട് ട്രക്കിയോസ്റ്റമിയിലും ഇത് കണക്ട് ചെയ്യാറുണ്ട് T-പീസ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഓക്സിജൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടാവും ഓക്സിജൻ നല്ലതാണ് എന്നുള്ളത്. ഓക്സിജൻ നല്ലതാണ്, പക്ഷെ നല്ലതാണെങ്കിലും അധികമായി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോൾ ഓക്സിജൻ അൺകൺട്രോൾഡ് ആയിട്ട് പേഷ്യന്റ് ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ പേഷ്യന്റ് ഉണ്ടാകുന്ന ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ അത് റിലേറ്റഡ് ആയിട്ട് ഫസ്റ്റ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. സപ്പോസ് 2 മാർക്കിന് വല്ലതും സൈഡ് എഫക്ട്സ് ഓഫ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഓഫ് ഓക്സിജൻ തെറാപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എഴുതാം. ഓക്സിജൻ ടോക്സിസിറ്റി ഉണ്ടാകാം, റെട്രോലെൻഡർ ഫൈബ്രോപ്ലാഷ്യ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ അറ്റലക്ടാസിസ്, അബ്സോർപ്ഷൻ അറ്റലക്ടാസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകും. ചോദിക്കാൻ വളരെ റെയർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. കാരണം ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇതെല്ലാം നിങ്ങൾ 3rd സെമസ്റ്ററിലാണ് പഠിക്കാൻ പോകുന്നത്. കാരണം മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് പഠിക്കുന്ന സമയത്തെ ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കത്തുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഓക്സിജൻ ടോക്സിസിറ്റി എന്താണെന്നുള്ളതാണ്. ഓക്സിജൻ ടോക്സിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഫ്രോടോക്സിസിറ്റി, ഹെപ്പറ്റോടോക്സിസിറ്റി, ഓട്ടോടോക്സിസിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നെഫ്രോടോക്സിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി ടോക്സിറ്റി പോയിസണസ് ആവുന്നത്. അടുത്ത ഹെപ്പാറ്റിക് ടോക്സിസിറ്റി, ഹെപ്പറ്റോടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ ലിവർ ടോക്സിക് ആവുന്നത്. ഓട്ടോടോക്സിസിറ്റി ഇയർ
ടോക്സിക് ആവുന്നത്, അല്ലെങ്കിൽ കേൾവിക്ക് പ്രോബ്ലം വരുന്നത്. പക്ഷെ ഓക്സിജൻ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ അധികമായിട്ട് ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ടോക്സിസിറ്റിയിലോട്ട് എത്തിക്കും. അതായത് ഓക്സിജൻ കോൺസെൻട്രേഷൻ മോർ ദാൻ 50% ഓവർ 24 to 48 hours, അതായത് 24 മുതൽ 48 മണിക്കൂർ വരെ പേഷ്യന്റിന് എന്ത് സംഭവിക്കും? 50% കൂടുതൽ ഓക്സിജൻ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടുപോയിരിക്കുകയാണെങ്കിൽ അവിടെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ആവുകയും പേഷ്യന്റിന് ഓക്സിജൻ ടോക്സിസിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ മറ്റൊരു ആണ് റെട്രോ ലെൻഡൽ ഫൈബ്രോപ്ലേഷ്യ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം വേറെ ഒന്നുമില്ല, ബ്ലൈൻഡ്നെസ് ആണത്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ വളരെയധികം കൂടിയിട്ട് വാസോ കൺസ്ട്രക്ഷനും ഇസ്കീമിയയും ഉണ്ടാവുന്നു പേഷ്യൻസിന്. പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് പ്രിമച്വർ ഇൻഫൻസിനാണ്. കാരണം പ്രായപൂർത്തി മീൻസ് ടേം അല്ല, കംപ്ലീറ്റ് പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്യാതെ പ്രസവിച്ച കുഞ്ഞുങ്ങളിലാണ് ഈ ഒരു റെട്രോ ലെൻഡൽ ഫൈബ്രോപ്ലേഷ്യ പെട്ടെന്ന് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതൊരു കോംപ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ് അതുപോലെ തന്നെ അബ്സോർപ്ഷൻ അറ്റലക്ടാസിസ് എന്നൊരു ഡിസീസ് ഉണ്ട്. അതുണ്ടാകുന്ന ഓക്സിജൻ അധികമായിട്ട് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ്. 100% ഓക്സിജൻ ഡെലിവറി വരുമ്പോൾ നമ്മുടെ ലങ്സിനകത്തുള്ള നൈട്രജൻ എല്ലാം, നോർമലി നമ്മുടെ ലങ്സിനകത്ത് നൈട്രജൻ ഒരുപാടുണ്ട്, പക്ഷെ ആ നൈട്രജനെ റീപ്ലേസ് ചെയ്ത് ഈ ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് ലങ്സിനകത്ത് നിറയും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലങ്സിന്റെ ആൽവിയോലൈ എന്ന് പറയുന്ന സ്ട്രക്ചർ കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയി പോകുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? അബ്സോർപ്ഷൻ അറ്റലക്ടാസിസ് എന്ന്. ഇതും എന്ത് കാരണം ഉണ്ടാവുന്നതാണ്? ഓക്സിജൻ ടോക്സിസിറ്റി അല്ലെങ്കിൽ ഓക്സിജൻ തെറാപ്പിയുടെ സൈഡ് എഫക്ട് ആണ്. ഓക്കെ, ഇനി സേഫ്റ്റി പ്രിക്കോഷൻസ് ഡ്യൂറിങ് ഓക്സിജൻ തെറാപ്പി. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഓക്സിജൻ പേഷ്യന്റിന് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്സിജൻ എന്ന് പറയുന്നത് ഹൈലി കമ്പസ്റ്റബിൾ ഗ്യാസ് ആണ്. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ആ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഭാഗത്ത് തീപ്പൊരിയോ തട്ടിപ്പിടിക്കാൻ ചാൻസ് ഉള്ള സാധനങ്ങളോ ഒന്നും തന്നെ നമ്മൾ കൊണ്ടുവരരുത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഓക്സിജൻ ഒരു തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ്, അല്ലെ? നമ്മൾ ഒരു പേഷ്യന്റിന് ഓക്സിജൻ കണക്ട് ചെയ്യണമെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. ഓക്സിജൻ ആസ് എ ഡ്രഗ്, അല്ല, ഒരു ഡ്രഗ് ആണ്. അതുപോലെ ഡ്രഗ് പോലെ ഓക്സിജൻ പ്രിസ്ക്രൈബ് ചെയ്യണം. എത്ര ലിറ്റർ വെച്ച് എത്ര സമയം ഏത് മെത്തേഡ് വഴി കൊടുക്കണം എന്ന് ഡോക്ടർ ഓർഡർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിനെ പ്രിസ്ക്രൈബ് ചെയ്യാവൂ, പേഷ്യന്റ് അഡ്മിനിസ്റ്റർ ചെയ്യാവൂ. ഓക്കെ, അതുപോലെ പേഷ്യന്റ് റൂമും പേഷ്യന്റ് ഡോറും ഒക്കെ നോട്ട് ചെയ്തിരിക്കണം. ഓക്സിജൻ ഇൻ യൂസ് എന്നുള്ളത് എല്ലായിടത്തും മെൻഷൻ ചെയ്തിരിക്കണം. കാരണം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? തീ കത്തുന്ന സാധനങ്ങളോ സ്പാർക്കോ ഒന്നും അവിടെ ആരും കൊണ്ടുവരത്തില്ല. കാരണം പെട്ടെന്ന് തീ കത്തിപ്പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. അതുപോലെ വീട്ടിലാണ് നിങ്ങൾ ഓക്സിജൻ ഉപയോഗിക്കുന്നതെങ്കിലും അവിടെ അടയാളപ്പെടുത്തുക, ഓക്സിജൻ ഇൻ യൂസ് എന്നുള്ളത് അടയാളപ്പെടുത്തുക. അതുപോലെ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്ന ഭാഗത്തൊന്നും നോ സ്മോക്കിംഗ് എന്നുള്ളതും കൂടുതൽ കോഷ്യസ് ആയിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കീപ് ഓക്സിജൻ ഡെലിവറി സിസ്റ്റം 10 feet ഫ്രം ഓപ്പൺ ഫ്ലെയിംസ്. അത് കത്തുന്നതിനടുത്ത് ഓക്സിജൻ വരുന്ന, അതിപ്പോ സിലിണ്ടർ ആയാലും അല്ലാതെ സെൻട്രൽ സപ്ലൈ ആയാലും അതിന്റെ അടുത്തൊന്നും ഓപ്പൺ ഫ്ലെയിംസ് ഒന്നും തീ കത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യങ്ങളും കൊണ്ട് വയ്ക്കരുത്. അതുപോലെ അതിന്റെ അടുത്ത് ഒരു തരത്തിലുള്ള ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ഒന്നും തന്നെ അവിടെ ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നും നമ്മൾ ഉറപ്പുവരുത്തുക. ഓക്കെ, അതുപോലെ വെൻ യൂസിങ് ഓക്സിജൻ സിലിണ്ടർ സെക്യൂർ ദം സോ ദേ ഡു നോട്ട് ഫോൾ ദം. അതായത് ഓക്സിജൻ സിലിണ്ടർ എന്ന് പറയുമ്പോൾ വളരെ വെയിറ്റ് ഉള്ളതാണ്. നമ്മളത് വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടി. അപ്രൈറ്റ് ആയിട്ട് എതിർ ചെയിൻ്റെ ചങ്ങല കൊണ്ട് എന്തെങ്കിലും കെട്ടിയിട്ടോ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഹോൾഡറിലോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു കറക്റ്റ് നമ്മൾ ഓക്സിജൻ സിലിണ്ടർ പ്ലേസ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ സൂക്ഷിച്ചു വേണം അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും കൈകാര്യങ്ങൾ ചെയ്യാനും. ഓക്കെ, ഇനി ഓക്സിജൻ അഡ്മിനിസ്ട്രേഷനും അതിന്റെ സ്റ്റെപ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇത് പ്രാക്ടിക്കൽ സൈഡാണ്, അത്രയും ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ. ആദ്യം നമ്മൾ ഫിസിഷ്യൻസിന്റെ ഓർഡർ നോക്കണം, പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കണം, വൈറ്റൽ സൈൻസ് നോക്കണം, പേഷ്യന്റ് കോൺഷ്യസ് ആണോ എന്ന് നോക്കണം, ABG അനലൈസ് ചെയ്ത് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് നോക്കണം. അതുപോലെ ഓക്സിജൻ എന്തൊക്കെ റിസ്ക് എന്തെങ്കിലും ഉണ്ടോ, പേഷ്യന്റ് ഈ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും റിസ്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ കൈ കഴുകി എക്യുപ്മെന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് ഓക്സിജൻ തെറാപ്പി ഏത് മെത്തേഡാണോ നമുക്ക് എടുക്കേണ്ടത് ആ മാസ്ക് സെലക്ട് ചെയ്യുക, അതെല്ലാം കണക്ട് ചെയ്ത് ഹ്യൂമിഡിഫയർഡ് വാട്ടർ ഡിസ്റ്റിൽഡ് വാട്ടർ ഫില്ല് ചെയ്ത് ഫ്ലോ മീറ്റർ കണക്ട് ചെയ്ത് നോ സ്മോക്കിംഗ് സൈൻ എല്ലാം കൊടുത്ത് നമ്മൾ ആ കറക്റ്റ് ഏത് അളവിനാണോ കൊടുക്കേണ്ടത് അതനുസരിച്ച് കൊടുക്കുക. ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുക, ഫ്ലോ എത്രയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്യുക, പേഷ്യന്റിനോട് എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടത് അത് പഠിപ്പിച്ചു കൊടുക്കുക.
ഓക്കെ, അത് ഏത് മെത്തേഡാണ്, ഫേസ് മാസ്ക് ആണോ, ഇഞ്ചുറി മാസ്ക് ആണോ, പാർഷ്യൽ ബ്രീത്തർ ആണോ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെത്തേഡ് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാം. ഒപ്പം അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഓട്ടോ കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളങ്ങ് പോവുകയല്ല. ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. ഓക്കെ, കണ്ടിന്യൂസ്ലി ഒബ്സർവ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, പേഷ്യന്റിന്റെ ബ്രീത്തിങ് പാറ്റേൺ നോർമൽ ആയോ, റെഗുലർ ആണോ, നോർമൽ റേറ്റ് ആണോ, എന്നൊരു പേഷ്യന്റ് നെയിൽ ബെഡ്, നമ്മുടെ കൈവിരലുകളും ചുണ്ട് പിന്നെ കൺജങ്ക്റ്റീവ ഇതെല്ലാം പിങ്ക് കളറിലാണ്, അതായത് നോർമൽ ഓക്സിജൻ അവിടെ പേഷ്യന്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. പേഷ്യന്റ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്, കൺഫ്യൂഷൻ ഒന്നുമില്ല, ഡിസോറിയന്റേഷൻ ഒന്നുമില്ല, കോഗ്നിഷനിലെ ഡിഫിക്കൽറ്റി ഒന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ആർട്ടീരിയൽ ഓക്സിജനേഷൻ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ലെവല് ഒക്കെ ചെക്ക് ചെയ്യുക. സാച്ചുറേഷൻ കംപ്ലീറ്റ് നോർമൽ ലിമിറ്റിലാണോ, അതായത് ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഇതെല്ലാം നോർമൽ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നോർമൽ ബ്രീത്തിങ് ആണോ, നോർമൽ നെയിൽ ബഡും ലിപ്സും കൺജങ്ക്റ്റീവയും എല്ലാം പിങ്ക് കളർ ആണോ, ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എല്ലാം ഓക്കെ ആണോ, അതോ ഹീമോഗ്ലോബിന്റെ അളവ് എങ്ങനെയാണ്, ഓക്സിജൻ വഹിച്ചുകൊണ്ട് PO2 എങ്ങനെയാണ്, SaO2 സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ എങ്ങനെയാണ്, എന്തെങ്കിലും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇതൊക്കെ എന്താണ് നമ്മുടെ നഴ്സസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യണം, ഡേറ്റ് എപ്പോഴാണ് ഓക്സിജൻ ട്രാൻസ്മിഷൻ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്, സമയം എത്രയാണ്, എത്ര ഏത് മോഡ് വഴി കൊടുക്കുന്നു, എത്ര കോൺസെൻട്രേഷനിൽ എത്ര ഫ്ലോ റേറ്റിൽ കൊടുക്കുന്നു, ആ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ്, എന്തൊക്കെ സയൻസ് സിംറ്റംസ്, എന്തൊക്കെ പ്രോബ്ലംസ് ഒക്കെയാണ് കണ്ടത്. പിന്നെ പേഷ്യന്റ് ഓറോ നാസൽ കെയർ കൊടുക്കുകയും, കാരണം ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അത് എവിടെ കൂടെയാണ് പോകുന്നത്, ഒന്നുകിൽ വായിലൂടെ അല്ലെങ്കിൽ മൂക്കിലൂടെ അല്ലെ. അപ്പൊ ഓറോ നാസൽ കെയർ നമ്മൾ കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് നോട്ട് അത് കൊടുക്കുകയും വേണം, അത് നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഓക്സിജനേഷനിൽ പഠിക്കാനുള്ളത്. ആദ്യം മുതൽ കഴിഞ്ഞ ക്ലാസ് മുതലുള്ള സ്ലൈഡുകൾ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരികയാണ്. ഇത്രയും നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോക്കി വെച്ചേക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ്, പല തവണ നിങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, O2 അഡ്മിനിസ്ട്രേഷൻ ഏതൊക്കെ മെത്തേഡുകളാണ്, പല ടൈപ്പ് ഉണ്ട്. നാസൽ കാനുല അതിന്റെ പെർസെന്റേജ്, അതെങ്ങനെയാണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതും ചിലപ്പോൾ ചോദിക്കാം. ഫേസ് മാസ്ക് ഏതൊക്കെ തരമാണ്, അതിന്റെ ഓരോന്നിന്റെയും ടൈപ്സും എങ്ങനെയാണ്, അതിന്റെ ബ്രീത്തിങ്ങും അതിന്റെ പെർസെന്റേജ് ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പേർഡ് ഓക്സിജൻ എത്രയാണ്, എത്ര ലിറ്റർ വരെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും, ഓരോ മെത്തേഡിന്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നഴ്സിംഗ് ഇന്റർവെൻഷൻസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റത്തെ 2-3 മെത്തേഡ്, പിന്നെ മെഞ്ചുറി മാസ്കിന്റെ ബെനിഫിറ്റ്, അതിന്റെ ജെറ്റ് അഡാപ്റ്ററിന്റെ ഗുണങ്ങള്, ജെറ്റ് അഡാപ്റ്റേഴ്സിന്റെ കളർ കോഡ്, പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, നഴ്സിംഗ് ഇന്റർവെൻഷൻസ്, പിന്നെ ഇന്ന് പഠിച്ച ഓക്സിജൻ ഹുഡ്, ഓക്സിജൻ ടെന്റ്, ആംബു ബാഗ്, ട്രക്കിയോസ്റ്റമി കോളർ, TPs, പിന്നെ ഓക്സിജൻ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ്, ഓക്സിജൻ ടോക്സിസിറ്റി, റെട്രോഗ്ലൻഡൽ ഫൈബ്രോപ്ലേഷ്യ, പിന്നെ നമ്മുടെ അബ്സോർപ്ഷൻ ലാക്ടാസിസ്, പിന്നെ നമ്മൾ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം, എസ്പെഷ്യലി നമ്മൾ ഈ ഒരു സിലിണ്ടർ ഹാൻഡിൽ ചെയ്യുന്നതും പിന്നെ ഗ്യാസ് കത്തിപ്പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സൈൻഡ് അതിന്റെ ഒരു നോട്ട് ഫിലിംസ് ഇവിടെ ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സിമ്പൽ കൊടുക്കുകയും, നോ സ്മോക്കിങ്ങും സ്പാർക്ക് ഒന്നും പാടില്ല എന്നുള്ള സിമ്പൽ കൊടുക്കുകയും ചെയ്യണം. പിന്നെ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ അതിന്റെ ആ റൂമിനകത്ത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. പിന്നെ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മെത്തേഡ്, ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ട് എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത്, എന്തൊക്കെ ചേഞ്ചസ് അവിടെ നോർമലിലോട്ട് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം അല്ലെ. ഒപ്പം നമ്മൾ ഡോക്യുമെന്റ് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. അപ്പൊ നാളത്തെ ക്ലാസ് നിങ്ങൾ ആരും മിസ്സാക്കരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കാം, പക്ഷെ ഒന്നുകൂടെ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നത്, അപ്പോൾ അതിൽ ഇനി പഠിക്കാൻ ഏതൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് ഇവാലുവേറ്റ്, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് കുറച്ചുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നാളത്തെ ക്ലാസ് നിൽക്കണം. നാളെ കംപ്ലീറ്റ്ലി ഫണ്ടമെന്റൽ ഓഫ് നഴ്സിംഗിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഏതൊക്കെ ചോദിച്ചു, ഇനി ഏതൊക്കെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ.